ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്. ടി വി പ്രസാദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, ദേവസ്വം സെക്രട്ടറിക്ക് ദേവസ്വം ബോർഡ് അറിയാതെ കട്ടളപ്പാളിയിലെ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ എഫ്ഐആർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളത് സൂക്ഷ്മമായി തന്നെ പരിശോധിക്കണം. കാരണം ആദ്യഘട്ടത്തിൽ ദ്വാരപാലക കവചം കൊണ്ടുപോകുമ്പോൾ അന്ന് ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തതിന് ഫയലുണ്ട്. ആ ദേവസ്വം ബോർഡിന്റെ തീരുമാനം അന്ന് നമ്മളോട് തന്നെ പറഞ്ഞിരുന്നതാണ് പത്മകുമാർ. അതിൽ യാതൊരു ക്രമക്കേടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ എഫ്ഐആറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്ത് വരാതിരുന്നത്. എന്നാൽ ഈ കട്ടളപ്പാളി കൊണ്ടുപോകുന്ന കാര്യത്തിൽ അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത് താൻ ഓർമ്മിക്കുന്നില്ല എന്നാണ്. ആ കട്ടളപ്പാളി കൊണ്ടുപോയ കാര്യം താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പറയുന്നത്. SIT കരുതുന്നത് സെക്രട്ടറിക്ക് പ്രസിഡന്റോ ബോർഡ് അംഗങ്ങളോ പറയാതെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതുവരെ ഉദ്യോഗസ്ഥരെ മാത്രം പഴിച്ചിരുന്ന 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഒരു കുരുക്കിലേക്ക് പോവുകയാണോ ടി വി പ്രസാദ്? ഉറപ്പായും അരുൺ, SIT അത് കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. പ്രത്യേക അന്വേഷണ സംഘം അത് കണ്ടെത്തുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം തന്നെയാണ്. ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ കൃത്യമായി ഏതാണ്ട് കാര്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അവിടുന്ന് അങ്ങോട്ടേക്ക് മറ്റ് നിയമപരമായ നടപടികളിലേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കടന്നാൽ മതിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് കൊടുത്ത് 48 മണിക്കൂർ പോലും പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ FIR ഇടാനുള്ള ഒരു ആത്മവിശ്വാസം പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉണ്ടായത്. മാത്രമല്ല 6 ആഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. ഈ ചെറിയ കാലയളവിനുള്ളിൽ തന്നെ എന്താണ് ശബരിമലയിൽ സംഭവിച്ചത് എന്നതിൻ്റെ വ്യക്തമായ ചിത്രം കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അരുൺ, നേരത്തെ നമ്മൾ കരുതിയിരുന്നത് പോലെ അതിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാരവാഹികളും വരുന്നു എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ് അരുൺ. അതായത് അവിടെയുള്ള ശബരിമലയിലെ സ്വർണ്ണപ്പാളി ശബരിമല വിട്ട് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടുത്തെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല ഇത്. അത് ദേവസ്വം ബോർഡിന്റെ അറിവും സമ്മതവും ഒത്താശയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവൂ എന്ന് തുടക്കം മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഏറ്റവും നിർണായകമായ കണ്ടെത്തലിലേക്ക് ഇത് എത്തിയിരിക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ബോർഡിനെ പ്രതി ചേർക്കുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MA പത്മകുമാർ പ്രതിയാകുന്നു. മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന, പിന്നീട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് കൂടിയായിരുന്ന N വാസു പ്രതിയാകുന്നു. മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങൾ പ്രതിയാകുന്നു. അവിടുത്തെ ശബരിമലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കൊപ്പം ദേവസ്വം ബോർഡിലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രതിയാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റു തലങ്ങളിലേക്കും ഈ അന്വേഷണം എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിനെല്ലാം ഒരു മറയായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന ചോദ്യം ഏറ്റവും പ്രധാനമായി വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ഒരു കാരണവശാലും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അവിടെ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബുദ്ധിയിൽ തെളിഞ്ഞതായിരിക്കില്ല ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്, സ്വർണത്തെ ചെമ്പാക്കുന്ന വിദ്യ എന്ന് പറയുന്നത്. അതിന് വലിയ കോൺസ്പിറസി ഉണ്ട്, വലിയ ഗൂഢാലോചനയുണ്ട്. അതിലാരൊക്കെ പങ്കെടുത്തു എന്നുള്ളതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അരുൺ, ഒരു കാര്യം ഉറപ്പാണ്, ഉദ്യോഗസ്ഥരിൽ നിന്നും പോറ്റിയിൽ നിന്നും കൂടാതെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, ദേവസ്വം ബോർഡ് നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണം മാറുന്നു എന്നുള്ളത് അതൊരു പ്രതീക്ഷയാണ്. കാരണം സർക്കാർ ഈ അന്വേഷണത്തിൽ ഇടപെടുന്നില്ല എന്നതിന്റെ സൂചന കൂടിയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തെ സ്വന്തം നിലയ്ക്ക് അന്വേഷിച്ച് സത്യം കണ്ടെത്താൻ വിടുന്നു എന്നതിന്റെ സൂചനയായിട്ട് നമുക്കിതിനെ കാണേണ്ടി വരും. അരുൺ, പ്രധാനപ്പെട്ട കാര്യമാണ്. SITയുടെ അന്വേഷണം തുടരവേ ഈ 3 പേരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ 2019 ഉണ്ടായിരുന്ന അധ്യക്ഷനായ പത്മകുമാർ, അംഗങ്ങളായ രാഘവൻ, ഒപ്പം ശങ്കർദാസ്, ഇവർ 3 പേരിൽ 2 പേർ CPM പ്രതിനിധികളും ഒരാൾ CPI നോമിനിയുമായിരുന്നു എന്നുള്ളതാണ്. പ്രതിസ്ഥാനത്തേക്ക് അങ്ങനെ പാർട്ടികളുടെ തന്നെ പ്രതിനിധികൾ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഒരു സ്വർണ്ണ മോഷണ കേസിൽ തന്നെ പ്രതിപട്ടികയിൽ വരുന്നത് ഇത് നടാടെയാണ്. ഇതാദ്യമായിട്ടാണ് എന്നുള്ളതാണ്. ഇനി എന്ത് രാഷ്ട്രീയ പ്രതിരോധമാണുള്ളത് എന്നുള്ളതാണ്. വേണമെങ്കിൽ നേരത്തെ ടി വി പ്രസാദ് പറഞ്ഞതുപോലെ സ്വതന്ത്രമായ അന്വേഷണത്തിന്റെ തെളിവാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കൂടി പ്രതി ചേർത്തുകൊണ്ടുള്ള സമഗ്രമായ അന്വേഷണം എന്ന് പറയാം. അതായിരിക്കും ഒരുപക്ഷെ CPM സ്വീകരിക്കാൻ പോകുന്ന ലൈൻ. അതാണ് നേരത്തെ ശിവൻകുട്ടി പറഞ്ഞത്. കുറ്റക്കാരാരാണെങ്കിലും അവർക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞത്.